നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാണാതായ മലയാളി സൈനികൻ വിഷ്ണുവിനെ കണ്ടെത്തിയെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വിഷ്ണുവിനെ കാണാതായത് വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. തെരച്ചിലും നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ മലയാളി സൈനികനായിട്ടുള്ള വിഷ്ണുവിനെ കണ്ടെത്തിയിരിക്കുന്നത്. ബംഗളൂരിൽ വെച്ചാണ് വിഷ്ണുവിനെ എലത്തൂർ പോലീസ് കണ്ടെത്തിയത്. സാമ്പത്തിക പ്രയാസം കാരണം നാട്ടിൽ നിന്ന് മാറി നിന്നതാണെന്നാണ് വിഷ്ണു പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് വിഷ്ണുവിനെ ബാംഗ്ലൂരിൽ വെച്ച് അന്വേഷണ സംഘം കണ്ടെത്തിയത്. വിഷ്ണുവിന്റെ ചില സുഹൃത്തുക്കൾ നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ബംഗളൂരിലെത്തിയത്. മജസ്റ്റിക് ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് വിഷ്ണുവിനെ കണ്ടെത്തിയത്. സാമ്പത്തിക പ്രയാസത്തെ തുടർന്നാണ് താൻ നാട്ടിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നുവെന്നാണ് വിഷ്ണു നൽകുന്ന വിശദീകരണം. കഴിഞ്ഞ മാസം 17 പുനെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉദ്യോഗസ്ഥനായിരുന്ന വിഷ്ണു 20 ദിവസത്തെ അവധിക്ക് നാട്ടിൽ വരികയാണെന്ന് ബന്ധുക്കളെ അറിയിച്ചത്. കണ്ണൂരിലെത്തിയെന്ന ശബ്ദ സന്ദേശം അമ്മയ്ക്ക് അയച്ച വിഷ്ണുവിനെ ഇതിനുശേഷം ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. കുടുംബത്തിന്റെ പരാതിയിൽ കോഴിക്കോട് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ എലത്തൂർ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. എലത്തൂർ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള 3 അംഗ സംഘം പൂനെയിലെത്തിയ വിഷ്ണുവിനായുള്ള അന്വേഷണവും വ്യാപിപ്പിച്ചിരുന്നു. ആർമിയുടെ നേതൃത്വത്തിലും സമാന്തരമായ അന്വേഷണം നടക്കവെയാണ് വിഷ്ണുവിനെ കണ്ടെത്തുന്നത്. അന്വേഷണ സംഘം ഇന്ന് സൈനികനുമായി നാട്ടിലെത്തും. പുനെയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള യാത്രയ്ക്കിടെ ഡിസംബർ 17 മുതൽ വിഷ്ണുവിനെ കാണാനില്ലെന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി. കോഴിക്കോട് എരഞ്ഞിക്കൽ സ്വദേശിയായ വിഷ്ണു വിവാഹ ഒരുക്കങ്ങൾക്കായാണ് അവധിയെടുത്തതിനു ശേഷം നാട്ടിലേക്ക് തിരിച്ചിരുന്നത്. കണ്ണൂരിലെത്തിയെന്ന ശബ്ദ സന്ദേശം അമ്മയ്ക്ക് അയക്കുകയും വിഷ്ണു ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് വിഷ്ണുവിനെ ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണന്റെ മേൽനോട്ടത്തിൽ എലത്തൂർ SHO അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു വിഷ്ണുവിനായുള്ള അന്വേഷണം നടന്നത്. സൈനികരുടെ നേതൃത്വത്തിലും വിഷ്ണുവിനായി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഒരു സൈനികനായതിനാൽ തന്നെ വലിയ ശ്രദ്ധയായിരുന്നു ഈ ഒരു വാർത്ത പിടിച്ചുപറ്റിയത്. 2 സൈബർ വിദഗ്ധരടക്കം എലത്തൂർ SI സിയാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ആഴ്ച പുനെയിലേക്ക് പോയിരുന്നു. പിന്നീടാണ് ബാംഗ്ലൂരിലെത്തിയത്. ഇവിടെ നിന്നാണ് വിഷ്ണുവിനെ കണ്ടെത്തിയത്. കുടുംബാംഗങ്ങളുമായി വിഷ്ണു സംസാരിച്ചു. ഇന്ന് കോഴിക്കോട് എത്തിക്കുന്ന ഇയാളെ കോടതിയിൽ ഹാജരാക്കും. വിഷ്ണുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പുനെ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉദ്യോഗസ്ഥരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തിരുന്നു. വിഷ്ണു 20 ദിവസത്തെ അവധിക്കാണ് പുനെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോയതെന്നും ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ട്. ജനുവരി 5 വരെയാണ് അവധി അനുവദിച്ചിരുന്നത്. ഈ മാസം 16 വിഷ്ണു ക്യാമ്പിൽ നിന്നും പോയത്. ക്യാമ്പിൽ വിഷ്ണുവിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തെ അറിയിച്ചു. എലത്തൂർ SIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി മൊഴിയെടുത്തത്.